പ്രൈസ് ദി ലോർഡ്. ഈ ലൈവിലൂടെ ദൈവ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ സന്ദേശം അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പനേരത്തെ തിരുവചനത്തിലേക്ക് നിങ്ങളുടേതായ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലപ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 14 and 15. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 14 and 15. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും വായിക്കുന്നു. ത്വയതൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആൻഡ് എ certain woman named Lydia, a seller of purple of the city of Thyatira, which worshipped God, heard us, whose heart the Lord opened, that she attended unto the things which were spoken of Paul. Verse 15. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തരായി എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില വാക്യശകലങ്ങളാണ് ഇവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്. ലുദിയെ ക്രിസ്തുവിലൂടെ ഉയർത്തുക, ഈ ഭാഗത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി പരിശുദ്ധാത്മാ പ്രവൃത്തിയുടെ പുസ്തകമാണ്. രക്ഷകനായി സ്വീകരിച്ചാൽ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. കാത്തിരിക്കുന്ന സഭ, ശക്തിയുടെ സഭ, കഴുകന്മാരെ പോലെ പറന്ന് ഉയരും. രണ്ട് തരത്തിലുള്ള കഴുകന്മാരുണ്ട്. ഒരു കഴുകൻ ശവം തിന്നുന്ന കഴുകനാണ്. രണ്ടാമതൊരു കഴുകനെ കാണുന്നു, അത് രാജകഴുകനാണ്. ഈ രാജകഴുകനെ കുറിച്ച് പഠിച്ചാൽ അതിനൊത്തിരി പ്രത്യേകതകൾ കാണുവാൻ കഴിയും. ഈ രാജകഴുകൻ ഉന്നതങ്ങളിൽ പറക്കുന്ന കഴുകനാണ്. സാധാരണയായി ചത്ത അല്ലെങ്കിൽ ശവം തിന്നാറില്ല. പച്ച മാംസം ജീവനോടെ കൊത്തി പറിച്ച് തിന്നും. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ വായിക്കുവാൻ ഇടയായി തീർന്നത്. ഈ കഴുകനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്, ഇത് 3 മാസത്തിലൊരിക്കലേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. പുൽപ്പുറങ്ങളിൽ മേഞ്ഞു നടക്കുന്ന മാൻകൂട്ടങ്ങളെ ദൃഷ്ടിവെച്ച് അതിൽ നിന്നും ചിലതിനെ കൊത്തി പാറയുടെ പുറത്തേക്ക് കൊണ്ടുപോയി പച്ചയ്ക്ക് അതിനെ കൊത്തി തിന്നുന്ന സ്വഭാവമാണ് ഈ രാജകഴുകനെ കാണുവാൻ കഴിയുന്നത്. സാധാരണയായി ഇത് എല്ലാ ദിവസവും ആഹാരം കഴിക്കത്തില്ല. 3 മാസത്തിലൊരിക്കൽ ആഹാരം കഴിക്കത്തുള്ളൂ. ഈ ആഹാരം കഴിച്ചതിന് ശേഷം പാറയിൽ അത് വിശ്രമിക്കുവാനിടയായി തീരും. അങ്ങനെ ചില നാളുകളിൽ ഈ പാറപ്പുറത്തിരിക്കുമ്പോൾ അതിൻ്റെ ശരീരമൊക്കെ വലുതാകുവാനിടയായിത്തീരും. കൊഴുപ്പ് കൊണ്ട് നിറയുവാനിടയായിത്തീരും. അതിനുശേഷം ഈ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പാറയുടെ പുറത്ത് അടിക്കുന്ന ചൂടിന് വേണ്ടി ആ പാറയിൽ അത് വിശ്രമിക്കാറുണ്ട്.
ഇങ്ങനെ അതിൻ്റെ ശരീരം കുറയുകയും അടുത്ത പാറയിലേക്ക് ലക്ഷ്യം വച്ച് ഇത് പറന്നു പോകുകയും ചെയ്യും. ആവശ്യമില്ലാത്ത കൊഴുപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി പാറയിൽ കിടന്ന് സൂര്യന്റെ ചൂട് അതിന്മേൽ അടിക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ ആ പാറയാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ആവശ്യമില്ലാത്ത ജഡചിന്തകളും രാഗമോഹങ്ങളും പാപ സ്വഭാവങ്ങളും ഉരുകി മാറുവാൻ ഇടയായിത്തീരും. കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം എന്ന് തുടങ്ങിയ അനേക പാപ സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് നാം ഒന്ന് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഈ ഭാരമുള്ള കഴുകൻ എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്? നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ ചിറകിന്റെ ശക്തി കൊണ്ടല്ല ഈ കഴുകൻ ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. നാലുപാടും അടിക്കുന്ന പ്രതികൂലത്തിന്റെ കാറ്റ്, തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും നിന്നൊക്കെ അടിക്കുന്ന ഈ പ്രതികൂലത്തിന്റെ കാറ്റാണ് ഈ കഴുകനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ രോഗം, പ്രതികൂലം, കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, ഇതിനൊന്നിനും നമ്മെ തകർക്കുവാനാകത്തില്ല. ഈ പ്രശ്നങ്ങളാണ് നമ്മെ ഉയരത്തിലെത്തിക്കുന്നത്. ഒരു ദൈവിക ഭക്തൻ തന്റെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരുമ്പോൾ ഒരു കഴുകൻ നാലുപാടുന്ന് നടിക്കുന്ന പ്രതികൂല ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാലുപാടും കടന്നു വരുന്ന പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങൾ നമ്മെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനിടയായിത്തീരും. ഞാൻ ഭക്തന്മാരുടെ അനുഭവങ്ങൾ വായിക്കുക. മോശയുടെയും ദബോരയുടെയും യോസഫിന്റെയും അബ്രഹാമിന്റെയും ദാവീദിന്റെയും അനേക ദൈവഭക്തന്മാരുടെ അനുഭവം അതുതന്നെയാണ്. അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുവാനിടയായിരുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വേഗം മടങ്ങി വരട്ടെ. വായിച്ച ഭാഗം അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. തുയതൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഈ രക്താംബരം വിൽക്കുന്നവൾ തുയതൈര പട്ടണക്കാരത്തി, ദൈവഭക്തിയായ ഒരു സ്ത്രീ എന്നിങ്ങനെ ചില പദപ്രയോഗങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഈ രക്താംബരം എന്ന് പറയുന്നത് വില കൂടിയ പട്ടുവസ്ത്രമാണ്. അതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. സാധാരണയായി ഉറുമ്പ് അരിക്കാറില്ല. സാധാരണക്കാർ ഇത് വാങ്ങാറില്ല. വളരെ കോസ്റ്റുള്ള, വിലപിടിപ്പുള്ള വസ്ത്രമാണ് ഈ രക്താംബരം എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഉള്ളൊരു വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സഹോദരിയാണ് ലുദിയ എന്ന് കാണുവാൻ കഴിയുന്നത്. അടുത്ത ലുദിയയുടെ പ്രത്യേകത അവിടെ കൊടുത്തിരിക്കുന്നു. ദൈവഭക്തയായ ഒരു സ്ത്രീ എന്നാണ് നമുക്കവിടെ കാണുന്നത്.
നാം നോക്കുമ്പോൾ പലതരത്തിലുള്ള ഭക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു സഹോദരൻ. ചിലർക്ക് മതത്തോട് ഭയങ്കര ഭക്തിയാണ്, ചിലർക്ക് സഭയോട് കമ്പമാണ്. സഭാഭക്തിയുള്ളവർ ഒത്തിരി പേരുണ്ട്. പാരമ്പര്യത്തിൽ അനേകർ ഭക്തന്മാരായി നടിക്കുന്നവരുണ്ട്, ഭക്തിമതികളായി നടിക്കുന്നവരുണ്ട്, പാരമ്പര്യം പറഞ്ഞു നടക്കുന്നവരുണ്ട്. ദേശത്തിൽ ഭക്തിയുണ്ട്. മാനുഷിക മണ്ഡലങ്ങളിൽ പലരും ഭക്തി കാണിക്കാറുണ്ട്, പലരുടെ മുമ്പിൽ ഭക്തി ചമയാറുണ്ട്. എന്തോ ആകട്ടെ, ഇവിടെ പൗലോസും ബർന്നബാസും ശക്തമായ ശുശ്രൂഷയിൽ നിൽക്കുന്നു. യൂറോപ്പിലെ ഫിലിപ്പിയിലെ ആദ്യ വിശ്വാസിയാണ് ലുദിയ എന്ന് കാണുവാൻ കഴിയുന്നു. അടുത്തതായി അവിടെ വായിക്കുന്നു, ലുദിയയുടേത് തുയതൈര പട്ടണക്കാരത്തിയാണ്. ലുദിയയിലൂടെയാണ് ഈ തുയതൈര സഭ പണിതത് എന്ന് കാണുവാൻ കഴിയുന്നു. ഈ സഭയെ കുറിച്ച് ചിന്തിച്ചാൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. കൊരിന്ത്യ സഭയിലേക്ക് നോക്കുക, ആ സഭയിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്, ആലോചനയുണ്ട്, ആത്മീകമായ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അസൂയ, പക, പിണക്കം അവരുടെ ഇടയിലുണ്ട്. പൗലോസ് എല്ലായ്പ്പോഴും ശുശ്രൂഷയിൽ താൻ ചെയ്യുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ ചൊല്ലി, വിഷയങ്ങളെ ചൊല്ലി പിണങ്ങുന്ന, പൊരുത്തമില്ലാത്ത സഭയാണ് ഈ കൊരിന്ത്യ സഭ എന്ന് കാണുവാൻ കഴിയുന്നു. ബട്ട് ഫിലിപ്പിയ സഭയ്ക്ക് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 10ാം ക്ലാസ്സുകാരൻ ഒരു 1ാം ക്ലാസ്സുകാരനുമായി സാധാരണയായി അധികം ബന്ധം സ്ഥാപിക്കാറില്ല. ഓരോരുത്തരും അവരുടേതായ നിലവാരം അനുസരിച്ചാണ് അവരുടേതായ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നത്. അങ്ങനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഒരു 1ാം ക്ലാസ്സുകാരനുമായി ആ 1ാം ക്ലാസ്സുകാരന്റെ സ്വഭാവമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ സാധാരണയായി സ്വാഭാവികമായി നാം ചിന്തിക്കുന്നത് അവനെന്തോ മാനസിക പ്രശ്നമുണ്ടെന്നാണ്. സാരമായി എന്തോ തകരാറ് സംഭവിച്ചു, അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നൊക്കെ നാം വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ് കൊരിന്ത്യ സഭയിലെ വഴക്കുകൾക്കും കലഹത്തിനും പ്രശ്നങ്ങൾക്കും കാരണമെന്ന് കാണുവാൻ കഴിയുന്നു. ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. തുയതൈര പട്ടണം ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട സഭയാണ് ഈ തുയതൈര സഭ എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 14 മുതൽ വായിക്കുമ്പോൾ ഈ തുയതൈര പട്ടണം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്താണ് ഈ പട്ടണത്തിന്റെ പ്രത്യേകത? ഇസബേലിന്റെ ശക്തി കേന്ദ്രമാണ് ഈ പട്ടണം. ഈ പട്ടണത്തെ ഭരിക്കുന്നത് ഇസബേലാണ്, സ്ത്രീ ശക്തിയാണ്. പഴയ നിയമത്തിലേക്ക് നോക്കുക, പലയിടങ്ങളിലും നാം വായിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ സ്ത്രീകൾ എഴുന്നേറ്റിട്ടുണ്ടോ അവിടെ എല്ലാം ശക്തമായ പ്രശ്നങ്ങൾ വെളിപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. ഒരു പുരുഷന് ചെയ്യുവാൻ കഴിയാത്തത് ഒരു സ്ത്രീക്ക് ചെയ്യുവാൻ കഴിയും. ഇസബേലിന്റെ പ്രത്യേകത എന്താണ്? ആരാണ് ഇസബേൽ? 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ വായിക്കുന്ന, അപ്പോൾ അവന്റെ ഭാര്യ
അതിന്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അതിന് മറുപടി അവൻ അവളോട്, ഞാൻ ഇസ്രായേലനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം, അല്ല നിനക്ക് സമ്മതമില്ലെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം തരാം എന്ന് പറഞ്ഞു. ഞാൻ അവന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എനിക്ക് ഈ വ്യസനമെന്ന് പറഞ്ഞു. ആഹാബിന്റെ മുഖത്ത് വ്യസനത്തിന് കാരണം നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ ചോദിച്ചു. എന്നാൽ നാബോത്ത് പറയുന്നു, ഞാൻ എന്റെ പിതാക്കന്മാരിൽ നിന്ന് പ്രാപിച്ച നന്മ, അനുഗ്രഹം, വിടുതൽ ഞാൻ വിട്ടുതരത്തില്ല. അങ്ങനെ ആഹാബ് വളരെ ദുഃഖിച്ചിരിക്കുമ്പോൾ ആഹാബിന്റെ ദുഃഖം മനസ്സിലാക്കി ഇസബേൽ ചോദിച്ചു, എന്താണ് നിന്റെ ഈ ദുഃഖം? വിഷയം ഇതാണ്. വിഷയം ഇസബേൽ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, ഒരു പുരുഷന് ചെയ്യുവാൻ കഴിയാത്തത് ഒരു സ്ത്രീക്ക് ചെയ്യുവാൻ കഴിയും. ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൊട്ടാരത്തിന്റെ അരമനയുടെ അരികിലാണ്. ഈ കൊട്ടാരത്തിൽ വരുന്നത് സാധാരണ പുള്ളികളല്ല, രാജാക്കന്മാർ, ഉന്നതന്മാർ, സമ്പന്നന്മാർ, സമ്പന്നന്മാർ ഒക്കെയാണ് ഈ കൊട്ടാരത്തിലേക്ക് കടന്നു വരാറുള്ളത്. അപ്പോൾ ഈ കൊട്ടാരത്തിൽ കടന്നു വരുന്ന എല്ലാവരുടെയും ദൃഷ്ടി നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിലാണ്. നാബോത്തിന്റെ ഭവനത്തിലേക്ക് നോക്കൂ, അവന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നോക്കൂ. അവിടെ എന്തുണ്ട്? അവിടെ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, ഉത്സവങ്ങളുണ്ട്, യാഗമുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നാബോത്തിന്റെ ഭവനത്തെ ഇസബേൽ ദൃഷ്ടി വയ്ക്കുകയാണ്. അവൻ എന്താണ് അവിടെ സംഭവിച്ചത്? നാബോത്തിനെ തകർക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇസബേൽ കരുക്കൽ നീക്കുവാനിടയായി തീർന്നു. എന്താ സംഭവിച്ചത്? ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു, നാബോത്തിനെ പ്രഥമ സ്ഥാനം കൊടുത്തു. ഇവിടെ വായിക്കുന്നു, അവനെ കൊന്നുകളഞ്ഞു. ഒരു സ്ത്രീയുടെ കുതന്ത്രം നോക്കണമേ. ദൈവഭക്തനെ തകർത്ത് കളയുവാൻ അകത്തളങ്ങളിൽ പദ്ധതി ഒരുക്കിയ ഇസബേലിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുകയാണ്. ഒരു ആത്മീകൻ എവിടെ മരിക്കും, അവിടെ ജഡീകൻ ഉയരും. ആത്മാവ് എവിടെ തണുക്കും, അവിടെ ജഡം വെളിപ്പെടും. ശത്രു അലറുവാൻ നാം അനുവദിക്കരുത്. പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നിലവിളിക്കേണ്ടവൻ നിലവിളിച്ചില്ലെങ്കിൽ, ഉപവസിക്കേണ്ടവൻ ഉപവസിച്ചില്ലെങ്കിൽ ശത്രു ജയമെടുക്കുവാനിടയായി തീരും എന്ന് കാണുവാൻ കഴിയുന്നു. ഏലീശയുടെ അനുഭവം അതല്ലേ? ഇസബേലിന്റെ വാക്ക് ആഹാബിന്റെ വെല്ലുവിളിയല്ലേ? ദൈവഭക്തനായ ഏലിയാവിനെയും ചൂരൽ ചെടിയിൽ ഒതുക്കുവാനിടയായി തീർന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത ഏലിയാവ് പോലും എല്ലാം അവസാനിച്ച് അവൻ എന്താ പറയുന്നത്? എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല. അവനെ ഉറക്കിയ ശക്തി ചെറിയ ശക്തിയല്ല, അവനെ തളർത്തിയ ശക്തി ചെറിയ ശക്തിയല്ല. വാക്കുടെ മുമ്പിൽ നിരാശനായി മരണം മാത്രം മുമ്പിലിരിക്കുന്ന ഏലിയാവിനെ പോലെ ശത്രുവിന്റെ ശരാസ്ത്രങ്ങൾക്ക് മുമ്പിൽ തകരപ്പെട്ട നിന്നോട് ആത്മാവ് പറയുന്നു, എഴുന്നേൽക്കുക, ഉണരുക, നിനക്കൊരു യാത്രയുണ്ട്. ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെടേണ്ടവനല്ല നീ.
പ്രതികൂലങ്ങൾ കണ്ട്, പ്രശ്നങ്ങൾ കണ്ട്, പ്രതിസന്ധികൾ കണ്ട്, രോഗമാകാം, കടഭാരമാകാം, ആകുലമാകാം, ഇല്ലായ്മകളാകാം, വെല്ലുവിളികളാകാം, ഇതിന്റെ നടുവിലൊന്നും മുട്ടുമടക്കേണ്ടവനല്ല. എഴുന്നേൽക്കുവാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. ഒരാത്മീകൻ എവിടെ മരിക്കും, അവിടെ ഒരു ജഡീകൻ ഉയരും. ജഡത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. പക, പിണക്കം, മോഷണം എന്ന് തുടങ്ങി അനേക ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. ഇസബേൽ ഉള്ളിടത്ത് പ്രശ്നം വെളിപ്പെടും. പല ഭക്തന്മാർക്കെതിരെ എഴുന്നേറ്റതുപോലെ എഴുന്നേൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ, വചനത്തിന്റെ ശക്തിയാൽ ജയമെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ, മീഡിയയിലൂടെ, സൂമിലൂടെ ഒക്കെ കേൾക്കുന്ന നിങ്ങളോട് ആത്മാവ് പറയുന്നു, ആത്മാവിൽ എഴുന്നേൽറ്റാൽ ശത്രുവിന്റെ മണ്ഡലങ്ങൾ ചിതറി മാറും. നിനക്കെതിരെ അകത്തലങ്ങളിൽ കരുകൽ നീക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ കാണുവാനും അതിനെ ജയിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എവിടെ പിശാച് വെളിപ്പെടും, ഇരുട്ടിന്റെ മണ്ഡലങ്ങളിൽ വെളിപ്പെടും, അവിടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങും. ഇവിടെ നോക്കണമേ, ഇസബേലിന്റെ ശക്തി മാത്രമല്ല, ഇസബേലിന് പുറകെ സർപ്പം വെളിപ്പെടുകയാണ്, പാമ്പ് വെളിപ്പെടും, ഫറവോൻ വെളിപ്പെടും, മിഥിയാൻ വെളിപ്പെടും, കൽദയൻ വെളിപ്പെടും. മിഥിയാൻ വഴക്ക്, എവിടെയും പ്രശ്നം. 4 പേർ കൂടുന്നിടത്ത് പ്രശ്നം. കുടുംബ പ്രാർത്ഥനയെങ്കിൽ അവിടെ പ്രശ്നം, സഭയെങ്കിൽ അവിടെ പ്രശ്നം, ആത്മീയമെങ്കിൽ അവിടെ പ്രശ്നം. അപ്പൻ പറയുന്നത് അമ്മയ്ക്ക് ശരിയാകുന്നില്ല, അമ്മ പറയുന്നത് മക്കൾക്ക് ശരിയാകുന്നില്ല. കലുഷിതമായ അന്തരീക്ഷം, മിഥ്യാന്യ ശക്തികൾ, കൽദയ വ്യാപാരങ്ങൾ, അമാലക്യ വ്യാപാരങ്ങൾ. 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വളരെ പ്രതീക്ഷയോടെ യാത്ര ഇസ്രായേൽ മുന്നോട്ട് പുറപ്പെടുന്നുണ്ടെന്നാൽ എത്രത്തോളം അവർ മുന്നോട്ട് യാത്ര ചെയ്തോ അത്രത്തോളം അവരെ പുറകോട്ടടിക്കുന്ന അമലക്യ വ്യാപാരങ്ങൾ, കൽദയ ശക്തികൾ, ഇടവിൽ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ വെച്ച് വെളിപ്പെടുമ്പോൾ അവന്റെ മേഖലകളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാമ്പ് നേരെ പോകുന്ന ഇഴജാതിയല്ല. പാമ്പ് നോക്കണമേ, അത് പോക്ക് വളഞ്ഞും പൊളഞ്ഞും ഒക്കെയാണ് പോകുന്നത്. ഒരിക്കലും അത് നേരെ പോകാറില്ല. ഓരോരോ ശക്തികളായി വെളിപ്പെടും. അമ്പല ശക്തി വെളിപ്പെടും, ആന വെളിപ്പെടും. ഈ ആനയുടെ പോക്കറിയണമോ? അതിന്റെ വരവ്, അതിന്റെ നെറ്റിപ്പട്ടം, തുമ്പിക്കൈ, ഇതിനൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ വചനം കേൾക്കുന്ന നിനക്കെതിരെ, സഭയ്ക്കെതിരെ, ആത്മീക തലത്തിനെതിരെ വെളിപ്പെടുന്ന സകല ഇരുട്ടിന്റെ മണ്ഡലങ്ങളെയും, പൈശാചിക ആലോചനകളെ, ആഭിചാര വെല്ലുവിളികളെ, 4-ാം വേദത്തിന്റെ കെട്ടുകളെ യേശുവൻ നാമത്തിൽ പ്രാർത്ഥിച്ചു ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. തുയതൈര സഭയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകതകൾ കാണണമെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണ് ഈ തുയതൈര സഭയുടെ പ്രത്യേകത? വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വന്ന് അതിന്റെ 2-ാം അധ്യായം 18 മുതൽ 29 വരെ ഈ തുയതൈര സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് കൊടുക്കുകയാണ്. 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: തുയതൈര സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു.
എന്താണ് അരുളി ചെയ്യുന്നത്? 19, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലേലും ഏറെയെന്നും അറിയുന്നു. നോക്കണമേ, ഈ തുയതൈര സഭയോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ സഭയിലെ പ്രത്യേകത എന്താണ്? ആമേൻ. അത് അവിടെ വായിക്കുന്നു, ഹോളി സ്പിരിറ്റ് എപ്പോഴും പരിശുദ്ധാത്മാവ് ആദ്യം നല്ല സ്വഭാവമാണ് പറയുന്നത്, നല്ല ഗുണമാണ് പറയാറുള്ളത്. ലോകത്തിലെ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വ്യക്തി 100 നല്ല കാര്യം ചെയ്താലും അവന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുറവുണ്ടെങ്കിൽ മനുഷ്യൻ ആദ്യം ആ കുറവിനെ പറയും. ലോകം മുഴുവനും അവന്റെ കുറവിനെ പറഞ്ഞിട്ട് അവസാനമായിരിക്കും അവന്റെ നല്ല ഗുണങ്ങൾ പറയാറുള്ളത്. സാധാരണയായി മരണ വീട്ടിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പല മരണ ശുശ്രൂഷയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. പലരും ഇങ്ങനെ പറയാറുണ്ട്, ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു നല്ല സാക്ഷ്യം പറയാത്തവർ മരിക്കുമ്പോൾ അവർക്ക് പറയുവാൻ 100 നാവുകളാണ്. മരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത വ്യക്തി സ്വന്തങ്ങൾ മരണ വീട്ടിൽ വന്ന് പറയുന്ന വാക്കുകൾ കേട്ട് ചിരിക്കാറുണ്ട്. സഹോദര, മനുഷ്യൻ എപ്പോഴും ന്യൂനതകൾ വെളിപ്പെടുത്തും. എന്നാൽ പരിശുദ്ധാത്മാവ് ആദ്യം നിന്റെ നല്ല സ്വഭാവമാണ് പറയുന്നത്. തീതൈര സഭയുടെ നല്ല സ്വഭാവം. ആമേശ്വത്രം എന്താണ് അവിടെ പറയുന്ന അവരുടെ ഗുണങ്ങൾ? 5 പ്രത്യേകതകൾ അവിടെ വായിക്കുന്നു. 5 നല്ല ഗുണങ്ങൾ. ലോകത്തിലെ മനുഷ്യൻ ഒരു നെഗറ്റീവ് മേഖലയിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, എന്താണ് ഈ തുയതൈര സഭയുടെ നല്ല ഗുണങ്ങൾ? ഞാൻ നിന്റെ പ്രവൃത്തിയും, അവിടെ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലേലും ഏറെയെന്ന് അറിയുന്നു. നോക്കണമേ, നല്ല പ്രവൃത്തികൾ ഒത്തിരി ആ സഭയിൽ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നല്ല പ്രവൃത്തികൾ ഒത്തിരി നമുക്കവിടെ കാണുന്നു. എല്ലാ സഭകളിലും നോക്കുക, പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്ന ഒരു പദം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുവെന്നാണ്. ഈ സഭയെക്കുറിച്ച് പറയുന്നു. എന്താണ് പ്രവൃത്തി? നിന്റെ സ്നേഹം. സ്നേഹമുള്ള സഭയാണ്. ഞാൻ പ്രാരംഭമായി പറഞ്ഞു, കൊരിന്ത്യ സഭയെപ്പോലെ കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്നേഹം, പ്രത്യാശ, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള വഴക്കുകളിൽ ഒന്നിനും കുറവില്ല. എന്നാൽ ഈ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സ്നേഹം. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹം അല്ലെങ്കിൽ ലോകത്തിന്റെ സ്നേഹം, അതിനൊരു പരിധിയുണ്ട്. ഏറിയാൽ അവർ മരണം വരെ സ്നേഹിച്ചുവെന്ന് വന്നേക്കാം. ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച, അപ്പൻ മക്കളെ സ്നേഹിച്ചാൽ ഏറിയാൽ ചുടല വരെ, മരണം വരെ ആ സ്നേഹം കൂടെ നിന്നു എന്ന് വന്നേക്കാം. നമ്മുടെ ദൈവത്തിന്റെ നിത്യമായ സ്നേഹം അറിയണമോ? മരണത്തിനപ്പുറം നമ്മെ സ്നേഹിക്കുന്ന നല്ല കർത്താവ്, അവനെ എത്രയും നാം സേവിക്കുന്നത്, ആരാധിക്കുന്നത്. സ്നേഹമുള്ള സഭയാണ്. കൂടെയുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ ഒക്കെ ഈ സഭയ്ക്ക് ഒത്തിരി നല്ല ഗുണങ്ങൾ കാണുന്നു. വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, പെർസിവറൻസ്. ഒരുവനൊരു കാര്യം പറഞ്ഞാൽ തിരിച്ച് 2 പറയുന്നതല്ല, ക്ഷമിക്കുവാൻ, വഹിക്കുവാൻ, സഹിക്കുവാൻ ഒക്കെയുള്ള നല്ല കൃപ. അടുത്ത വായിക്കുന്ന, ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലേനും ഏറെയെന്നും അറിയുന്നു.
നല്ല കാര്യങ്ങൾ അവിടെ പറയുകയാണ്. എന്നാൽ അതിന്റെ തുടർന്ന് നമുക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? 2:19 അതിന്റെ അവരെക്കുറിച്ച് അല്ലെങ്കിൽ ആ സഭയെക്കുറിച്ച് ചില നെഗറ്റീവ് ആയ കാര്യങ്ങളൂടെ പറയുകയാണ്. അതിന്റെ 20ാമത്തെ വാക്യം, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും തന്റെ ദാസന്മാരെ ഉപദേശിക്കുവാനും തെറ്റിച്ചു കളയുവാനും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആ സഭയെക്കുറിച്ച് പറയുവാനുള്ള ഒരു കുറ്റം എന്തെന്നറിയണമോ? ദൈവദാസന്മാർക്ക് തകർക്കുവാൻ, അവരെ ഒതുക്കുവാൻ പദ്ധതിയിട്ട ഇസബേലിനെ നീ അനുവദിക്കുന്നു. ഇവിടെ വായിക്കുന്നു, ദുർനടപ്പ് ആചരിപ്പാൻ, വിഗ്രഹാർപ്പിതം തിന്നുവാൻ, വിഗ്രഹങ്ങൾക്ക് നേർന്നത്, കാഴ്ചവെച്ചത്, പൂജ കൊടുത്തത്, ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. 21ാമത്തെ വാക്യം, ആ ഇസബേലിനെ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവളുടെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ദൈവം അവസരങ്ങൾ കൊടുക്കും, മടങ്ങി വരുവാൻ, മനം തിരിയുവാൻ, മാനസാന്തരപ്പെടുവാൻ ഒക്കെ അവസരം കൊടുക്കും. എന്നാൽ ആ അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ, മനം തിരിഞ്ഞില്ലെങ്കിൽ, മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുവാനിടയായിത്തീരും. 21ാമത്തെ വാക്യം വായിക്കുന്നു, ഞാൻ അവൾക്ക് സമയം കൊടുത്തു, എന്നാൽ മടങ്ങി വന്നില്ല. 22 ഞാൻ അവളുടെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. ഇസബേലിന്റെ ശക്തി, ആഭിചാരത്തിന്റെ ശക്തി, പലരെയും വശീകരിക്കുന്ന ശക്തി, വ്യഭിചാരത്തിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, അവളുടെ കിടപ്പിലും വ്യഭിചാരത്തിലും ഇതെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അവളെ വലിയ കഷ്ടതയിലാക്കും. സഹോദര, ഈ വചനം കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിന്റെ പാപം നിന്റെ തലമുറയ്ക്ക് ശാപമാകരുത്. ദൈവം ഇഷ്ടപ്പെടാത്തതാണ് വ്യഭിചാരം. പ്രൈസ് ഗോഡ്. നിനക്ക് ചിലപ്പോൾ അത് ഇമ്പമായി തോന്നി എന്ന് വന്നേക്കും. എന്നാൽ നിനക്ക് മാത്രമല്ല നീ ശാപം വലിച്ചു കൂട്ടുന്നത്, നിന്റെ തലമുറയ്ക്കും നീ ശാപം ഒരുക്കുന്നുവെന്ന് മറന്നു പോകരുത്. വചനം വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ വളരെ വലിയ കഷ്ടതയിൽ തള്ളിയിടും, മടങ്ങി വരുവാൻ ആലോചന കൊടുക്കുന്നു. 23ാമത്തെ വാക്യം, മടങ്ങി വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൾ മാത്രമല്ല കഷ്ടതയിലാകുന്നത്, പാപം ചെയ്യുന്ന നീ മാത്രമല്ല കഷ്ടതയിലാകുന്നത്, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ദാവീദിനോട് ചോദിക്കേ, ദാവീദ് പാപം ചെയ്തു, അവൻ രാജാവാണ്, പദവിയുണ്ട്, അധികാരമുണ്ട്, ലോകത്തിന് ചോദിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ സഹോദര, മറന്നു പോകരുത്, ഉയരത്തിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട്. അവന്റെ കണ്ണിനെ നിനക്ക് മറയ്ക്കുവാൻ കഴിയത്തില്ല, അവന്റെ മുഖത്തെ നിനക്ക് മറയ്ക്കുവാൻ കഴിയത്തില്ല. അവന്റെ കണ്ണ് എല്ലായിടത്തും മൂടാടി നടക്കുന്നു. നീ നിന്റെ തലമുറയ്ക്കൊരു ശാപമാകരുത്. നിന്റെ പാപപ്രവൃത്തി തലമുറകൾക്കൊരു ശാപമാകരുത്. 23ാമത്തെ വാക്യം വായിക്കുന്നു, ആമേൻ. അവൾ മടങ്ങി വന്നില്ലെങ്കിൽ, എവിടെ നിന്ന് മടങ്ങി വന്നില്ലെങ്കിൽ, അവളുടെ കിടപ്പിലും വ്യഭിചാരത്തിലും
മടങ്ങി വന്നില്ലെങ്കിൽ അവളെ ഞാൻ കഷ്ടതയിൽ ആക്കും, മാത്രമല്ല അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ദാവീദിന്റെ ജീവിതത്തിലും അനുഭവം അതല്ലേ. ഉപവസിച്ചു, രട്ടിലിരുന്നു, പ്രാർത്ഥിച്ചു, കരഞ്ഞു, കുഞ്ഞു മരിച്ചുപോയി. പ്രൈസ് ഗോഡ്. ഇന്നും പാപത്തിന്റെ പുറകെ, വ്യഭിചാരത്തിന്റെ പുറകോട്ട് പോകുന്ന വ്യക്തിയെ അറിയാത്തവനെ അടി കുറവാണ്. അറിഞ്ഞ നിന്നെ ദൈവം വിടത്തില്ല. ഭാര്യമാരെ ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താക്കന്മാർ എത്രയോ ഉണ്ട്. കാമുകന്മാരുടെ പുറകെ പോകുന്ന എത്രയോ പേർ. ഇന്നും നീ ജീവിക്കുന്നത് പാപത്തിലാണെന്ന് മറന്നു പോകരുത്. ദൈവവചനം വിട്ടെന്ന് മറന്നു പോകരുത്. ഈ സന്ദേശം കേൾക്കുന്ന നിന്നോട് ആത്മാവ് പറയുന്നു, നീ മടങ്ങി വന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നീ മാത്രമല്ല കഷ്ടതയിലാകുന്നത്, നിന്റെ തലമുറകളെ ദൈവം കൊന്നുകളയും. പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, കരഞ്ഞിട്ട് കാര്യമില്ല, വിലപിച്ചിട്ട് കാര്യമില്ല. ഇത് രക്ഷാ ദിവസം. മടങ്ങി വരുവാൻ സഭയോട് പരിശുദ്ധാത്മാവ് ആലോചന കൊടുക്കുന്നു. 23-ാമത്തെ വാക്യം, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൽഫുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. പലരും പറയുന്നത്, പലരും ചിന്തിക്കുന്നത്, ഇതൊന്നും ആരും കാണുന്നില്ല, ഹല്ലേലൂയ, ഇതൊന്നും ആരും കേൾക്കുന്നില്ല. വചനം പറയുന്ന സകല ഉൽഫുകളെയും വിവേചിച്ചറിയുന്നവൻ, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. നീ നല്ലത് ചെയ്താൽ നിനക്ക് നന്മ കിട്ടും. നീ തീയത് ചെയ്താൽ നിനക്ക് അതു തന്നെ കിട്ടും. നീ മറ്റുള്ളവനെ ദ്രോഹിക്കുന്നവനെങ്കിൽ നിനക്ക് ദ്രോഹം അളന്നു തരും. നീ സ്നേഹിക്കുന്നവനാണോ, നിനക്ക് സ്നേഹം അളന്നു തരും. ഏതു നാണയത്തിൽ പ്രതികരിക്കും, അതേ നാണയത്തിൽ ദൈവവും പ്രതികരിക്കും. നീ മുഷ്ടി കൊണ്ട് ദൈവത്തോട് എതിർത്താൽ ദൈവവും മുഷ്ടി കൊണ്ട് നിന്നോട് എതിർക്കും. ആയുധം കൊണ്ട് എതിർത്താൽ ആയുധം കൊണ്ട് നിന്നോട് എതിർക്കും. കായിക ബലം കൊണ്ടാണോ നീ എതിർക്കുന്നത്, അതേ നാണയത്തിൽ ദൈവം നിന്നോട് എതിർക്കും. ഇയ്യോബിന്റെ ജീവിതത്തിൽ അതല്ലേ. 100 ചോദ്യങ്ങളാണ് ദൈവം ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ദൈവവും അതേ ചോദ്യം കൊണ്ടാണ് ഇയ്യോബിനോട് പ്രതികരിച്ചത്. മകനെ, ദൈവത്തോടാണോ നിന്റെ ചോദ്യം? ദൈവത്തോടാണോ നിന്റെ നിഗളം? ദൈവത്തോടാണോ നിന്റെ സ്വത്രം ഈ മസിൽ പിടുത്തവും? ഈ ചോദ്യങ്ങളും നബൂഖദ്നേസറിനോട് ചോദിക്കേ, ദൈവം കൊടുത്ത ആയുസ്സും ആരോഗ്യവും കൊണ്ട് പലതും അവൻ കെട്ടി ഉയർത്തിയില്ലേ? ലോകത്തിൽ 7 അത്ഭുതങ്ങൾ എന്ന് പോലും പറയുന്ന ബാബേൽ കോട്ടകളെ കെട്ടി ഉയർത്തി. പൂങ്കാവനങ്ങളെ സൃഷ്ടിച്ചു. തൂക്കുവനങ്ങൾ, the 7 wonders of the world, 7 അത്ഭുതങ്ങളിൽ ഒന്ന് പൂങ്കാവനം. മട്ടുപ്പാവിൽ നിന്ന് എന്താ വിളിച്ചു പറഞ്ഞത്? ദൈവം കൊടുത്ത ആരോഗ്യം കൊണ്ട്, ആയുസ് കൊണ്ട് ഇതെല്ലാം പണിതിട്ടവൻ പറഞ്ഞു, എന്റെ ധനമാഹാത്മ്യത്താൽ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ? നിഗളം, ആഴത്തിലെ നിഗളം ദൈവം വെട്ടി. കാളയ്ക്ക് സദൃശമായി പുല്ലു തീറ്റിച്ച ദൈവമെങ്കിൽ ദൈവത്തിനോടാണോ നിന്റെ അഹങ്കാരവും നിഗളവും? മാനസാന്തരപ്പെടുക. നീ ചിന്തിക്കുന്നതെല്ലാം ഞാൻ കാട്ടിക്കൂട്ടിയിട്ട് എനിക്ക് കുഴപ്പമില്ലാത്തതല്ല സഹോദര. ദൈവം നിനക്കൊരു അവസരം കൂടി നൽകുന്നതാണ്. മാനസാന്തരപ്പെടുവാൻ, മനം തിരിയുവാൻ, മടങ്ങി വരുവാൻ ഒരവസരം കൂടെ ദൈവം നിനക്ക് അനുവദിക്കുമ്പോൾ, ഇന്ന് നിന്റെ മടങ്ങി വരവിന്റെ ദിവസമാകട്ടെ. മുടിയനായ പുത്രന്റെ തീരുമാനം പോലെ മടങ്ങി വരുവാനുള്ള തീരുമാനം എടുക്കുന്ന പകൽക്കാലം ദിവസമാകട്ടെ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. 24-ാമത്തെ വാക്യം, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുരത്തയിലെ ശേഷം പോരാടുന്ന
വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. 24-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും മുമ്പേ പിടിച്ചു കൊൽവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് നിലനിൽക്കുന്ന സഭയ്ക്കുടെ വാഗ്ദത്തം എന്താണ്? 26, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവനെ, പ്രതിസന്ധികളെ ജയിക്കുന്നവനെ, പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവനെ, മനം തിരിയുന്നവനെ, മാനസാന്തരപ്പെടുന്നവനെ, നീ ഇന്നും പാപത്തിലെന്ന് മനം തിരിയുന്നവനെ, നീ ചെയ്യുന്നത് പാപപ്രവൃത്തിയെന്ന് മനം തിരിയുന്നവനെ വായിക്കുന്നു, ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 27-ാമത്തെ വാക്യം, ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയ്ക്കും, അവൻ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. 28, ഞാൻ അവൻ ഉദയം നക്ഷത്രം കൊടുക്കും. വളരെ പ്രത്യാശയുള്ള വാക്കുകളാണ് സഭയോട് പറയുന്നത്. 29, ആത്മാവ് സഭയോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉദയ നക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭയോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലുദിയ എന്ന സഹോദരി, 16-ാമത്തെ വാക്യം വായിക്കുന്നു, തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന ഭക്തിയായ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ ഒന്നാമത്തെ പ്രത്യേക ഭക്തിയായ ഒരു സ്ത്രീ. തുയതൈര പട്ടണക്കാരത്തിയായ, പട്ടണത്തിന്റെ പ്രത്യേകത നാം ചിന്തിച്ചു. ഫിലിപ്പിൽ കുടിയേറി പാർത്ത രക്താംബരം വിൽക്കുന്ന സ്ത്രീ. പുഴവക്കത്താണ് സാധാരണയായി വസ്ത്രങ്ങൾ തുന്നുന്നത്. ധാരാളം വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നത് പുഴവക്കത്താണ്. ഈ പുഴവക്കത്തിൽ നോക്കണമേ, അപ്പൊ പ്രാർത്ഥനാലയം ഉണ്ടോ എന്ന് തിരക്കി. അതിന്റെ പിറകിലോട്ടുള്ള വാക്യം വായിക്കുന്നു, പൗലോസ് പുഴവക്കത്തിലൂടെ കടന്നു വരുമ്പോൾ ആത്മാവ് അവനെ പ്രസംഗിക്കുവാൻ പ്രേരിപ്പിച്ചു. പൗലോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ വചനം പറയുന്നു, ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നു. ദൈവം തുറക്കാതെ ആർക്കും ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. പല പ്രാവശ്യം അവൾ ആ പുഴവക്കത്തിരുന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന പല പ്രസംഗങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, പല പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ടാകാം, പല ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ അതുവരെയും അവളുടെ ഹൃദയം തുറന്നില്ല. ഇന്നും അതാണ്. ബൈബിൾ വായിക്കാത്തത് കൊണ്ടല്ല, പ്രസംഗം കേൾക്കാത്തത് കൊണ്ടല്ല, എന്തെന്ന് ഗ്രഹിക്കണമെങ്കിൽ ഹൃദയദൃഷ്ടി വെളിപ്പെടണം. ദൈവം തുറന്നാലേ ആമേശ്വത്രം എന്തെന്ന് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. എന്നെ ചിന്തിപ്പിക്കുന്നു, ചിലപ്പോൾ അതുവരെയും ദൈവം അടച്ചിരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ആകാശത്തിലെ ഉറവകളും ഭൂമിയുടെ ആഴിയുടെ ഉറവുകളൊക്കെ ദൈവം തുറന്നുവെന്നാണ്. ദൈവം തുറന്നാൽ ആമേശ്വത്രം ദൈവ പ്രവൃത്തി വെളിപ്പെടും, ദൈവിക പദ്ധതി വെളിപ്പെടും, വാഗ്ദത്തം വെളിപ്പെടും. ഇവിടെ അവളുടെ ഹൃദയത്തെ ദൈവം തുറന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നും പല മീറ്റിങ്ങുകളും പല സന്ദേശങ്ങളും കേട്ടിട്ടും നിന്റെ ഹൃദയം ഇന്നും മരവിച്ച അനുഭവത്തിൽ, മരിച്ച അനുഭവത്തിലാണോ? പ്രാർത്ഥികർത്താവേ, നിന്റെ വചനങ്ങളെ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, എന്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി തീരുവാനിടയായിത്തീരും. പലതിനുമൊക്കെ നിന്റെ സമയങ്ങളെ കളഞ്ഞ് ലോകമോഹങ്ങൾക്ക് ആമേശ്വത്രം പല മീഡിയകളിലും നിന്റെ സമയങ്ങളെ കളഞ്ഞ് തകരുവാനുള്ളതല്ല. നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന വചനത്തിന്റെ ശക്തി ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ ലുദിയയുടെ ഹൃദയത്തെ തുറന്ന ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ വായിക്കുന്നു,
വ്യവസായം ചെയ്ത സ്ത്രീ, വ്യവസായം ചെയ്യുന്ന സ്ത്രീ, ദൈവഭക്തിയായ ഒരു സ്ത്രീ, ഹൃദയം തുറന്ന സ്ത്രീ. എന്ത് സംഭവിച്ചു? വീട്ടിൽ ആരാധന തുടങ്ങി. ഫിലിപ്പിയ പട്ടണത്തിൽ സഭ ഉടലെടുത്തത് ലുദിയയുടെ ഭവനത്തിലാണ്. ആരാധന തുടങ്ങി. ഹൃദയം തുറന്നാൽ ആമേൻ സ്തോത്രം, ഇരിക്കേണ്ടിടത്ത് ഇരിക്കും. പൗലോസിനെ ആമേൻ നോക്കണമേ, അവളുടെ ഭവനത്തിലേക്ക് നിർബന്ധിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ യഹോവ ശക്തനാണ്. ഹൃദയങ്ങളെ ഇന്ന് ആമിശ്രം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. ലാസറിന്റെ കല്ലറയ്ക്കൽ കടന്നു വന്ന യേശു എല്ലാം അടയപ്പെട്ട മണ്ഡലത്തിൽ, ഒതുക്കപ്പെട്ട മണ്ഡലത്തിൽ, തകർക്കപ്പെട്ട മണ്ഡലത്തിൽ ആ കല്ലറകളെ തുറന്നെങ്കിൽ അത്ഭുതം സംഭവിക്കും. പൗലോസിന്റെ ഹൃദയ ദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിച്ചു. പോൽ വെളിച്ചം കണ്ടു, വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ അനുഗമിച്ചു. ദാസന്റെ ജീവിതത്തിൽ ദൈവസഹായം, എല്ലാം മരിച്ചുപോയി, എന്നാൽ ദൈവം തുറന്നു. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ, വിടുതലായി മാറട്ടെ, ദൈവപ്രവൃത്തിയായി മാറട്ടെ. ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ പോകുന്നു. വായിച്ച ഭാഗം ആമേൻ അപ്പോസ്തലപ്രവൃത്തി 16:14. തുയതൈര പട്ടണക്കാരത്തെ രക്താംബരം വിൽക്കുന്നതായ ലുദിയ എന്ന ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. നിന്റെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവം, അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.